നമസ്കാരം. FTA മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. CPJ ഇന്റർനാഷണൽ പ്രസ് ഫ്രീഡം അവാർഡ് നേടിയ മാധ്യമപ്രവർത്തക, കേരളത്തിൽ നിന്നുള്ള ആദ്യ മാധ്യമപ്രവർത്തക KK ഷാഹിനയാണ് ഇന്ന് നമുക്കൊപ്പം അതിഥി. സ്വാഗതം ഷാഹിന ചേച്ചി. താങ്ക് യു. ഇപ്പോൾ ഒരു സാധാരണ മുസ്ലിം ഫാമിലിയിൽ നിന്ന് വന്ന് മാധ്യമപ്രവർത്തകയായി ഇപ്പോൾ ഒരു മാധ്യമപ്രവർത്തക കൊതിക്കുന്ന ഒരു പുരസ്കാരം നേടി നിൽക്കുന്ന മാധ്യമപ്രവർത്തക. അപ്പോൾ ചെറിയ പോരാട്ടമൊന്നും അല്ല, വലിയ വെല്ലുവിളികളുമായിരിക്കും. കാരണം പ്രത്യേകിച്ചും KK ഷാഹിനെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഒരു മാധ്യമപ്രവർത്തനത്തിലേക്ക് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് നമുക്കൊക്കെ സാധാരണഗതിയിൽ കുടുംബത്തിലൊക്കെ ചിന്തിക്കുക, ഒരു അധ്യാപിക അല്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ ട്രെൻഡൊക്കെ വന്നു. അധ്യാപിക അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥ, ഇതൊക്കെയുണ്ടോ വളരെ ഗ്ലാമറസ് ആയ കുടുംബത്തിൻ്റെ വളരെ അടക്കവും ഒതുക്കവും ഉള്ള പൊസിഷനൊക്കെ കിട്ടുന്ന ജോലി എന്ന് കരുതി. അവിടെ നിന്ന് എങ്ങനെയാണ് മാധ്യമപ്രവർത്തക എന്നുള്ള റോളിലേക്ക് എത്തിയത്? എനിക്ക് സത്യത്തിൽ എൻ്റെ വീട്ടിൽ എല്ലാവരും അങ്ങനെ ഞാൻ ടീച്ചറാവുമെന്നോ അല്ലെങ്കിൽ ആവണം എന്നൊക്കെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. കാരണം എൻ്റെ വീട്ടിൽ എൻ്റേതൊരു വലിയ ഫാമിലിയാണ്. ഞങ്ങൾ 9 മക്കളാണ്. ഞാൻ ഇളയാളാണ്. എനിക്ക് 3 സിസ്റ്റേഴ്സുണ്ട്, 5 ബ്രദേഴ്സുണ്ട്. എല്ലാവരും സർക്കാർ ജോലിക്കാരാണ്. എല്ലാവരും മിക്കവരും ടീച്ചർമാരല്ലെങ്കിൽ ഈ ക്ലറിക്കൽ ജോലികളൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം എൻ്റെ 3 സഹോദരിമാരും ടീച്ചർമാരായിരുന്നു. അപ്പോൾ ഞാനും ടീച്ചറാവും അല്ലെങ്കിൽ ആവണം എന്നുള്ളതായിരുന്നു വീട്ടിൽ നിന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ. പക്ഷേ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തായാലും അതാവില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ കുറേ ടീച്ചർമാരുടെ ഇടയിൽ വളർന്നത് കൊണ്ടായിരിക്കും അതെന്തായാലും വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ജേർണലിസത്തിലേക്ക് വരുന്നത്, ജേർണലിസം ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ഉണ്ടെങ്കിലും ജേർണലിസ്റ്റ് ആവാൻ എന്ത് വേണമെന്നോ എന്ത് പഠിക്കണമെന്നോ അല്ലെങ്കിൽ ഏത് റൂട്ടിൽ പോകണമെന്നോ അങ്ങനെയൊന്നുള്ള ഒരു ഐഡിയയും പഠിക്കുന്ന കാലത്തൊന്നും ഇല്ല. അങ്ങനൊരു ഗൈഡൻസ് ഒന്നും തരാനൊന്നും അങ്ങനെ ആരും ഉണ്ടായിട്ടുമില്ല. ഞാൻ ജേർണലിസത്തിലേക്ക് എത്തിപ്പെടുന്നത് ശരിക്കും കുറച്ചൊരു ആക്സിഡൻ്റലാണെന്ന് പറയാം. എന്താ വെച്ചാൽ ഞാൻ ജേർണലിസം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ജേർണലിസം പ്രസ് അക്കാഡമിയിൽ, ഇവിടെ കാക്കനാട് കേരള പ്രസ് അക്കാഡമിയിൽ, അന്ന് പ്രസ് അക്കാഡമി, ഇന്ന് മീഡിയ അക്കാഡമി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കോഴ്സ് ഏതാണ്ട് തീരാറാവുന്ന ആ ഒരു സമയത്താണ് ഇങ്ങനെ ഏഷ്യാനെറ്റിൽ ആളെ ആവശ്യമുണ്ട് എന്നിങ്ങനെ ആരോ അറിഞ്ഞിട്ട് ഞാനൊരു അപ്ലിക്കേഷൻ അയക്കുന്നതും എന്നെ ഒരു ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്. അപ്പം ജേർണലിസം PG ഡിപ്ലോമ പഠിക്കാൻ ചേർന്നെങ്കിലും അത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ജോലി കിട്ടുമെന്നോ എന്നെ ആരെങ്കിലും ജോലിക്ക് എടുക്കുമെന്നോ എൻ്റെ ഒരു കയ്യിലിരിപ്പൊക്കെ വെച്ചിട്ട് എന്നെ ആരും എടുക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു എക്സ്പെക്റ്റേഷൻ. അപ്പോൾ ഇത്ര പെട്ടെന്ന് ജോലി കിട്ടുമെന്നുള്ളതൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അങ്ങനെ ഏഷ്യാനെറ്റിൽ ഈ ഇൻ്റർവ്യൂ സുദീർഘമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ ആയിരുന്നു. ശശികുമാർ, DRP, ഭാസ്കർ സാർ, അങ്ങനെ അവരൊക്കെ ഇരുന്നിട്ടുള്ളൊരു ഇൻ്റർവ്യൂ. അങ്ങനെയാണ് ഞാൻ ഏഷ്യാനെറ്റിൽ വരുന്നത്. അങ്ങനെയാണ് ജേർണലിസം തുടങ്ങുന്നത്. അല്ല, ഈ ജേർണലിസം കോഴ്സ് എടുക്കണമെങ്കിൽ തന്നെ വലിയ കടമ്പകൾ കിടക്കണമല്ലോ. കടമ്പകൾ കിടക്കാൻ നമ്മളെല്ലാവരെയും കൺവിൻസ് ചെയ്യണമല്ലോ. കാരണം ആ സമയത്തൊക്കെ നമ്മൾ എന്തായാലും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും, ഫാമിലിയുമായി ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നിനക്ക് ആ കോഴ്സ് എടുത്തോളൂ, എന്തിനാ ഈ ജേർണലിസ്റ്റിന് തന്നെ പോകണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടോ? അല്ല, ഞാൻ സത്യത്തിൽ ജേർണലിസം പഠിച്ചത് എൻ്റെ വീട്ടുകാരുടെ അനുവാദത്തോടെയും അല്ല. ഞാൻ തന്നെ സ്വന്തമായി ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് ഞാൻ ജേർണലിസം കോഴ്സിന് ഫീസൊക്കെ കൊടുക്കുന്നത്. അങ്ങനെ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടില്ല. വീട്ടിൽ അത് കൺവിൻസ് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടില്ല ജേർണലിസം പഠിക്കുക എന്നുള്ളതൊന്നും. പക്ഷെ അത് ജേർണലിസത്തിൻ്റെ പേരിലല്ല വീട്ടിലന്ന് പ്രശ്നങ്ങളുണ്ടായിരുന്നത്. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് പിന്നെ ഈ സ്റ്റുഡൻ്റ് ആക്ടിവിസം, പിന്നെ സ്വാഭാവികമായും ആ പ്രായത്തിലുണ്ടാവുന്ന പ്രേമം, ഇതൊക്കെ വീട്ടിൽ പ്രശ്നമായിരുന്നു. അപ്പോൾ അതിനെ തുടർന്നാണ് ഇതൊക്കെ പ്രശ്നമായിട്ടുള്ളത്. ചിലപ്പോൾ അങ്ങനെയൊന്നും അല്ലാതെ ഞാൻ വളരെ ഒബീഡിയൻ്റ് ആയിട്ടൊക്കെ പഠിച്ച് വന്നൊരു കുട്ടിയായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ എനിക്ക് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയേനെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും വീട്ടുകാരുടെ ആശീർവാദത്തോടെ അല്ല ഞാൻ ജേർണലിസത്തിലേക്ക് വരുന്നത്. ഈ ജേർണലിസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് ഈ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഇപ്പോഴാണല്ലോ കുറച്ചുകൂടി അതിൻ്റെ ഗ്ലാമർ പരിവേഷമൊക്കെ കിട്ടുന്നത്. കാരണം എനിക്ക് തോന്നുന്നു KK ഷാഹിനെയൊക്കെ തന്നെ ഈ ജേർണലിസം മാധ്യമപ്രവർത്തക കുപ്പായൊക്കെ ഇടുന്ന സമയത്ത് വിഷ്വൽ മീഡിയ ഒക്കെ സജീവമായി വരുന്നതേ ഉള്ളൂ. കാരണം ഏഷ്യാനെറ്റ്, ദൂരദർശൻ കഴിഞ്ഞു, വേറെ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആ സമയത്തൊക്കെ. അപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും, തൊഴിലവസരങ്ങൾ വളരെ കുറവുള്ള സമയം കൂടി. അപ്പോൾ ഇതൊക്കെ പിന്നെ ഏത് സമയവും ജോലി ചെയ്യേണ്ടി വരും എന്നൊക്കെയാണല്ലോ നമുക്ക് ഈ സിനിമയൊക്കെ നമുക്ക് തന്നിരിക്കുന്ന ഒരു പിക്ചർ. അപ്പോൾ ഇതൊക്കെ വലിയ ആശങ്കയായിട്ട് സ്വാഭാവികയുടെ കുടുംബത്തിൽ ഉണ്ടാവുമല്ലോ അല്ലേ?
അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ജേർണലിസം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ വളരെ സ്വതന്ത്രയായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വീട്ടുകാരുടെ താല്പര്യപ്രകാരം അല്ല ഇത് ചെയ്തത് എന്നതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോന്നിട്ടാണ് ഞാൻ ജേർണലിസം കോഴ്സ് പഠിക്കുന്നതും പിന്നീട് ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ പിന്നെ വീട്ടുകാർക്കൊന്നും അതിലൊന്നും ഒരു സേയോ അതിലൊരു റോളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം സമയം എന്നുള്ളത് എനിക്കൊരു പ്രശ്നമില്ല. കാരണം സ്റ്റുഡൻറ്റ് ആക്ടിവിസമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത്, SFIയിലൊക്കെ ഉണ്ടായിരുന്ന കാലത്തും അതിനുശേഷം ഞാൻ കേരളത്തിലെ ഫെമിനിസ്റ്റ് മൂവ്മെൻറ്റൊക്കെ ആയിട്ട് ചേർന്ന് പ്രവർത്തിച്ചിരുന്ന കാലത്തുമൊക്കെ നമ്മൾ രാത്രിയും പകലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയായിരുന്നു എനിക്ക് ജേർണലിസം. പിന്നെ അപർണ പറഞ്ഞ ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അത് ശരിക്കും വളരെ കുറവ് തന്നെയായിരുന്നു. എനിക്ക് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് അന്നൊരു പക്ഷേ ഞാൻ ഏഷ്യാനെറ്റിൽ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ജേർണലിസത്തിലേക്ക് വരാൻ പിന്നെയും ഒരുപാട് കാലം കഴിയുമായിരുന്നു എനിക്ക് തോന്നുന്നുണ്ട്. ചിലപ്പോൾ കേരളത്തിലെ മറ്റേതെങ്കിലും ചാനലുകളിലൊക്കെ എന്നെ അങ്ങനെ ജോലിക്ക് എടുക്കുമായിരുന്നോ എന്ന് പോലും എനിക്ക് സംശയമാണ്. ഏഷ്യാനെറ്റിൻ്റെ അന്നത്തെ ഒരു നിലപാടുകളും ശശികുമാർ സാറിൻ്റെ ഒരു കാഴ്ചപ്പാടുകളൊക്കെയാണ് എന്നെപ്പോലൊരാളെ ന്യൂസ് ആങ്കറിങ്ങിലേക്കും ന്യൂസ് റിപ്പോർട്ടിങ്ങിലേക്കൊക്കെ വരാൻ സഹായിച്ചത്. ശശികുമാർ സാറിൻ്റെ കാഴ്ചപ്പാടുകൾ കൂടിയാണെന്നുള്ളത് ഞാൻ വളരെ നന്ദിയോടുകൂടി എപ്പോഴും സ്മരിക്കുന്ന ഒരു കാര്യമാണ്. ഏഷ്യാനെറ്റ് കാലം എങ്ങനെ ഉണ്ടായിരുന്നു? ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തന കാലം? ഏഷ്യാനെറ്റ് ശരിക്കും ഒരു സ്കൂളായിരുന്നു. അത് ശരിക്കും അത് ഞാൻ പറയേണ്ടതുണ്ട്. ഞാൻ ശരിക്കും ഈ ജോലി പഠിച്ചത് ഏഷ്യാനെറ്റിൽ നിന്ന് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ജേർണലിസത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ ഞാൻ പഠിച്ചത് ഏഷ്യാനെറ്റിൽ നിന്നാണ്. ഇന്ന് കാണുന്ന ഏഷ്യാനെറ്റ് അല്ല അന്നത്തെ ഏഷ്യാനെറ്റ്. അന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഓരോ ദിവസവും ന്യൂസ് ഡെസ്ക് എന്ന് പറയുന്നത് ഒരു പാഠശാലയായിരുന്നു. ധാരാളം ചർച്ചകൾ നടക്കുമായിരുന്നു അവിടെ. ഇത്രയൊന്നും മത്സരമില്ലാത്തത് കൊണ്ടായിരിക്കും, ഇത്രയൊന്നും ഓട്ടം ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അന്ന് അതിനൊക്കെ ടൈം കിട്ടിയിരുന്നു കുറച്ചുകൂടി സമയം. അതിപ്പോൾ ഡെസ്കിൽ കോപ്പി എഡിറ്റർമാരായിക്കോട്ടെ, നമ്മൾ റിപ്പോർട്ടേഴ്സ് ആയിക്കോട്ടെ, ന്യൂസ് എഡിറ്ററും അല്ലെങ്കിൽ എഡിറ്റർ ഇൻ ചീഫും എക്സിക്യൂട്ടീവ് എഡിറ്ററും എല്ലാവർക്കും കുറച്ചുകൂടി സമയം ഈ ഒരു ക്വാളിറ്റി എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ കൂടി സമയം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരുന്നു എന്ന് വെച്ചാൽ ചർച്ചകളും തെറ്റുകളുണ്ടായാൽ ആ തെറ്റുകളെക്കുറിച്ചുള്ള ചർച്ചകളും അങ്ങനെ തെറ്റുകളെ വളരെ സീരിയസ് ആയി കാണുന്നൊരു സമീപനവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഏഷ്യാനെറ്റിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള ലെസൺസ് അതിനകത്ത് എൻ്റെ ഫൗണ്ടേഷൻ ഏഷ്യാനെറ്റ് തന്നെയാണ്. ഞാൻ അവിടെ നിന്ന് പഠിച്ച പാഠങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടുതലായിട്ട് അങ്ങനെ കാര്യമായിട്ട് ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു കാര്യമുണ്ട്, നന്നായിട്ട് ഇംഗ്ലീഷിൽ എഴുതുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മാധ്യമ പ്രവർത്തക, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളൊരു മാധ്യമ പ്രവർത്തക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു ലാംഗ്വേജിൻ്റെ ഫ്ലുവൻസി ഒക്കെ എങ്ങനെയായിരുന്നു? ലാംഗ്വേജ് സത്യത്തിൽ ഞാനൊരു സർക്കാർ സ്കൂളിലാണ് പഠിച്ചത്, മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. പക്ഷേ ഞാൻ പഠിച്ച സർക്കാർ സ്കൂളിൻ്റെ ഒരു ഗുണമാണ് എന്ന് തന്നെ ഞാൻ പറയും. എന്നെ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ടീച്ചർമാർ തന്നെയാണ് എനിക്ക് ശരിക്കും ഇംഗ്ലീഷിന് ബേസ് ഉണ്ടാക്കി തന്നിട്ടുള്ളത്. അതായത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് ചെറുപ്പത്തിൽ, ഇംഗ്ലീഷ് മാത്രമല്ല എല്ലാ ഭാഷയും അങ്ങനെയാണ്, നമ്മൾ സ്കൂൾ പഠിക്കുന്ന ഒരു പ്രായത്തിൽ തന്നെ അതിന് നമുക്കൊരു ബേസ് കിട്ടിയാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അന്നും ഇന്നും എൻ്റെ അഭിപ്രായം മലയാളത്തെ അപേക്ഷിച്ച് ഇംഗ്ലീഷ് എളുപ്പമാണ് എന്നാണ്. കാരണം മലയാളം ഗ്രാമറിൻ്റെ അത്ര ദുർഗ്രഹമല്ല ഇംഗ്ലീഷ് ഗ്രാമർ എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്. എനിക്കിപ്പോഴും എനിക്ക് പല കാര്യങ്ങളും മലയാളം ഗ്രാമറിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളിലും എനിക്കിപ്പോഴും അറിയില്ല അതെന്തിനാണ് പഠിച്ചത്, എന്താണ് ജീവിതത്തിൽ അതിൻ്റെ അപ്ലിക്കേഷൻ. പക്ഷേ ഇംഗ്ലീഷ് അങ്ങനെയല്ല. ഇംഗ്ലീഷ് കുറച്ചുകൂടി ഒരു ഋജുവായ അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലഘുവായ ഭാഷയാണെന്നാണ് എനിക്ക് എല്ലാ കാലത്തും തോന്നിയിട്ടുള്ളത്. പക്ഷെ നമ്മൾ കൈകാര്യം ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഭാഷ കൂടുതൽ നന്നായി പഠിക്കുന്നത്. ഞാൻ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് മെയിൻ എടുത്താണ് പഠിച്ചത്. ഇംഗ്ലീഷ് മെയിൻ എടുത്ത് പഠിക്കാനുള്ള ഒരേ ഒരു കാരണം അതാണ്, ഏറ്റവും കുറച്ച് സമയം പഠിത്തത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടുന്ന അല്ലെങ്കിൽ പഠിക്കേണ്ടതില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമാണ് എന്നതുകൊണ്ട് തന്നെ പുസ്തകം വായന തന്നെ പരീക്ഷയുടെ തലേ ദിവസം ഇരുന്ന് നോവൽ വായിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണെന്ന് തോന്നുന്നു ഇംഗ്ലീഷ് ലിറ്ററേച്ചറൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തിട്ടുള്ളത്. PGക്കും അത് തന്നെയായിരുന്നു. അപ്പോൾ ഭാഷയ്ക്ക് അങ്ങനെ ഒരു ബേസ് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. മാത്രമല്ല ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോൾ ശ്രദ്ധിക്കുന്ന നിറയെ പുസ്തകങ്ങൾ, മാത്രമല്ല ഒരു ജേർണലിസ്റ്റിൻ്റെ വീടാണ് എന്ന് കയറി വരുമ്പോൾ തന്നെ തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു. മാത്രമല്ല നിലപാടുള്ളൊരു ജേർണലിസ്റ്റിൻ്റെ വീടാണെന്ന് തോന്നിപ്പിക്കുന്നതായിരുന്നു മൊത്തം കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിൽ ഇതിൻ്റെ ഒരു കുറവുണ്ടാവുന്നില്ലേ? അങ്ങനെ പൊതുവായിട്ട് പറയാൻ പറ്റില്ല. കാരണം മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത് നമ്മൾ ഈ കേരളത്തിൽ കാണുന്ന മലയാളം ടെലിവിഷനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഷോ ഉണ്ടല്ലോ, ആ ഷോ ബിസിനസ് അതല്ല മാധ്യമപ്രവർത്തനം. അതുകൊണ്ട് നമ്മൾ അതിനെ വെച്ചിട്ട് മാധ്യമപ്രവർത്തനത്തെ മൊത്തത്തിൽ അളക്കരുത് എന്നാണ് ഞാൻ പറയാം.
മാധ്യമപ്രവർത്തന രംഗത്ത് ഇപ്പോൾ ദേശീയ തലത്തിൽ നോക്കുകയാണെങ്കിലും വളരെ നല്ല മാധ്യമപ്രവർത്തകർ മിക്കവാറും അവരവരുടെ വിഷയങ്ങളിൽ വലിയ അവഗാഹമുള്ളവരും പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുള്ളവരും ഒക്കെയാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഒരു 20s മാധ്യമപ്രവർത്തകർ പോലും ഇപ്പോൾ എനിക്കൊക്കെ തന്നെ പരിചയമുള്ള പലരുമുണ്ട്. അവർ ഒരു വിഷയത്തിൽ ഒരു സീരീസ് ഓഫ് സ്റ്റോറികൾ ചെയ്യുകയും പിന്നീട് അത് പുസ്തകമാക്കുകയും അങ്ങനെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ ധാരാളമുണ്ട്. അപ്പം വിഷയം പഠിക്കുകയും സ്പെഷ്യലൈസ് ചെയ്യുകയും വലിയ തോതിൽ വായനയും ഒക്കെ കൊണ്ട് നടക്കുകയും ഒക്കെ ചെയ്യുന്ന മാധ്യമപ്രവർത്തകരുണ്ട്. ടെലിവിഷൻ എന്ന് പറയുന്നത് വേറൊരു മേഖലയാണെന്ന് എനിക്ക് തോന്നുന്നു. ടെലിവിഷൻ ആവശ്യപ്പെടുന്നത് മറ്റു പലതുമാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ടെലിവിഷൻ ജേർണലിസം വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടല്ലോ, പ്രത്യേകിച്ച് ഇവർക്ക് കിട്ടുന്ന ഒരു ഗ്ലാമർ. അപ്പം അതുകൊണ്ട് തന്നെ ഈ ജേർണലിസം എടുക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വാർത്ത വായിക്കുക, ഒന്ന് മുഖം കാണിക്കുക, ഇങ്ങനെയൊക്കെ ആവുന്നുണ്ടോ ജേർണലിസം? അത് ആവുന്നുണ്ടെന്ന് തോന്നുന്നു. അത് പലർക്കും ഇങ്ങനെ ടി വിയിൽ അപ്പിയർ ചെയ്യുക, പോപ്പുലർ ആവുക, ടി വി തരുന്നൊരു പോപ്പുലാരിറ്റി അങ്ങനെ ഉണ്ട്, അങ്ങനെ ആവുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ളൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കും. ഇപ്പം ടെലിവിഷൻ ജേർണലിസത്തിന് അതിൻ്റേതായൊരു പ്രസക്തിയുണ്ട്. പക്ഷെ അത് മാത്രമാണ് ജേർണലിസം എന്ന ആളുകൾ കരുതുന്നിടത്താണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പം എന്നെ തന്നെ പലരും കാണുമ്പോൾ ചോദിക്കുന്ന കാര്യം ഇപ്പോൾ മീഡിയയിലൊന്നും ഇല്ലേ എന്നാണ് ചോദിക്കുക. അപ്പോൾ ഈ ചോദ്യം ഞാൻ പലവട്ടം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന മീഡിയയിലാണ്, ഞാനിപ്പോൾ ഔട്ട്ലുക്കിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അവരുടെ ഒരു ഏരിയ അല്ല, അവർ വായിക്കുന്നുണ്ടാവില്ല. അത് ഓക്കെയാണ്. എന്നെ സംബന്ധിച്ചുള്ള എനിക്കത് പെർഫെക്റ്റ്ലി ഓക്കെയാണ്. കാരണം എത്ര പേര് വായിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഒരുപാട് പേര് ഇപ്പോൾ ടി വിയിൽ നമ്മൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ ടി വിയിൽ വാർത്ത വായിക്കുമ്പോൾ നമ്മളെ ഒത്തിരി പേര് കാണും. ഞാൻ സത്യത്തിൽ എനിക്കത് ഞാൻ മുമ്പ് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യം മുതലേ ഭയങ്കര അസ്വസ്ഥതയുള്ളൊരു കാര്യമാണ് ഈ നമ്മളെ ടി വിയിൽ കണ്ടതിൻ്റെ പേരിൽ ആൾക്കാർ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ തിരിച്ചറിയുന്നത്. എനിക്കെന്തൊരു ടെൻഷൻ ഉണ്ടാക്കുന്നൊരു കാര്യമായിരുന്നു. എനിക്കെന്തൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. എനിക്കിഷ്ടമല്ല അത്. ഞാൻ പണ്ടേ തന്നെ അനോണിമിറ്റി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾക്കൂട്ടത്തിൽ ഇങ്ങനെ ആരും നമ്മളെ തിരിച്ചറിയാതെ ഒരാൾക്കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഈ തിരിച്ചറിയുന്നത് ഒട്ടും ആസ്വദിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. അതേസമയം ഏഷ്യാനെറ്റിലൂടെ ഞാൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത് ഇപ്പം ഈ പറയുന്ന പോലെ എന്നെ കാണുമ്പോൾ അല്ലെങ്കിൽ ഷാഹിനയല്ലേ എന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്കിപ്പോൾ ആരെയും ഫോൺ എടുത്ത് വിളിച്ചിട്ട് കേരളത്തിന് പുറത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഐഡൻറ്റിറ്റിയാണ്. കേരളത്തിൽ എനിക്ക് പിന്നെ പലപ്പോഴും എന്നെ ആളുകൾ ഈ ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന ഷാഹിന എന്ന നിലയ്ക്ക് തന്നെയാണ് എന്നെ ആളുകൾ തിരിച്ചറിയുന്നത്. അതെന്നെ എനിക്കിപ്പോഴും വളരെ ഹെൽപ്ഫുള്ളാണ്. ഇപ്പോൾ പല ആളുകളുടെ അടുത്തേക്ക് റീച്ച് ഔട്ട് ചെയ്യാൻ അതെന്നെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. പക്ഷേ നേരത്തെ അപർണ പറഞ്ഞതുപോലെ ഈ ഒരു ഫെയിമും ഈ ഒരു വെള്ളി വെളിച്ചവും മാത്രമാണ് കാര്യം എന്ന് വിചാരിക്കുകയും സ്വയം നവീകരിക്കാനും സ്വയം ഡെവലപ്പ് ചെയ്യാനും വളരാനും ഒന്നുമുള്ള ഒരു എഫേർട്ട് ഇടുന്നില്ല, വെള്ളവും വളവും ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സാച്ചുറേറ്റഡ് ആവും. ഇത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മളത് നശിപ്പിക്കുകയാണ് ചെയ്യുക. ഞാൻ പറയുക ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ആളുകളോടാണെങ്കിലും പരമാവധി 5 വർഷത്തിൽ കൂടുതൽ ഒരു സ്ഥലത്തും ജോലി ചെയ്യരുത് എന്നുള്ളതാണ്. അത് ടെലിവിഷനിലായാലും എനിക്കുള്ള ഉപദേശം നേരത്തെ തരാറില്ല. കാരണം അതിൽ കൂടുതൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് നമ്മുടെ ഗ്രോത്തിനെ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുക. കാരണം പ്രത്യേകിച്ചും ടെലിവിഷനിലാണെങ്കിൽ നമ്മളൊരു പ്രത്യേക പാറ്റേണിൽ നമ്മുടെ ജീവിതം അങ്ങ് സെറ്റാവും. നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ അങ്ങ് മൂവ് ചെയ്യും. അപ്പം സ്വയം വളരാനും സ്വയം ഗ്രോ ചെയ്യാനും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും കുറച്ചൊന്ന് മാറി നിന്ന് അവരവരെ തന്നെ ഒന്ന് നോക്കിക്കാണാനും ഒരു ആത്മവിമർശനപരമായി കാര്യങ്ങളെ സമീപിക്കാനും അങ്ങനെയൊന്നും പറ്റാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ഗ്രോത്ത് ഇല്ലാതെയായി പോകും എന്നുള്ളതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നുന്നു. ഈ പ്രാസംഗികയായിരുന്നോ കെ ഷാഹിന? കോളേജ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും SFIയിലൊക്കെ ഉള്ള എല്ലാവരും പ്രസംഗിക്കണമല്ലോ, അങ്ങനെയൊക്കെ പ്രസംഗിച്ചിരുന്നു എന്നല്ലാതെ ഞാനൊരു പ്രാസംഗികയല്ല ശരിക്കും. ഞാൻ പ്രസംഗ മത്സരത്തിനൊക്കെ പോയിട്ട് സമ്മാനം കിട്ടിയിട്ടുണ്ട്, പക്ഷെ പലപ്പോഴും കിട്ടാതെയും വന്നിട്ടുണ്ട്. കാരണം എനിക്കത് ആ സമയത്ത് അപ്പോൾ പറയാൻ പറ്റൂല എന്നുള്ളതാണ്. അത് നമ്മൾ സംസാരിക്കുന്ന വിഷയം എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ഈ CAA വിരുദ്ധ സമരം നടക്കുമ്പോൾ ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്ത് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴുള്ള പ്രസംഗം എന്ന് പറയുന്നത് നമുക്കൊരു വിഷയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റാണ്. ഒരു വിഷയത്തോടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പുറത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത്.
പ്രസംഗിക്കുകയല്ല, ഞാനൊരു പ്രാസംഗിക. കൺവേ ചെയ്ത് കൊടുക്കുക, ഇതാണ് പ്രശ്നം, ആ. ഇതുകൊണ്ട് ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ എന്ന് ആളുകളോട് പറഞ്ഞു ആളുകളോട് ഒരു എക്സ്പ്ലെയിനർ ആയിട്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള, അല്ലാതെ പ്രസംഗകലയിലൊന്നും ഞാൻ. ഈ മാധ്യമ പ്രവർത്തകർ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് പല വിഷയങ്ങളിലും. അത് ആവശ്യമാണോ? അതോ മാധ്യമ പ്രവർത്തകർ ഈ വാർത്ത കൃത്യമായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ മതി, നിങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു ഗ്ലോറിഫൈഡ് മീഡിയേറ്റർ റോള് മാത്രമേ നിങ്ങൾക്കുള്ളൂ, അപ്പോൾ നിങ്ങൾ അത് ചെയ്താൽ മതി, അല്ലാതെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ CA പറയുമ്പോൾ CAക്കെതിരെ നിങ്ങൾ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ എന്താണോ ഗവൺമെൻറ് പറയുന്നത് അത് അങ്ങോട്ട് ആളുകളോട് പറയുക. അവിടെ പ്രൊട്ടസ്റ്റ് നടക്കുന്നെങ്കിൽ അത് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക, ഇത് ചെയ്താൽ മതി എന്നൊരു തോന്നലുണ്ടോ? അല്ല, ജേർണലിസത്തെ കുറിച്ചുള്ള ഒരു ക്ലാസിക്കൽ ആയിട്ടുള്ള ഒരു സങ്കല്പം ഇതാണ് ഇപ്പോഴും. പക്ഷേ ജേർണലിസ്റ്റുകൾ അങ്ങനെ ആയിരിക്കേണ്ടവരാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ജേർണലിസ്റ്റുകൾക്ക് ഉണ്ടാകണം. എല്ലാ വിഷയത്തിലും നിലപാടെടുക്കണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാലത്താണല്ലോ ജീവിക്കുന്നത്. സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഓരോ വ്യക്തിക്കും പറയാൻ സ്പേസ് ഉണ്ട്, ഓരോ വ്യക്തിക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഓരോ വ്യക്തിക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകുമ്പോൾ ജേർണലിസ്റ്റുകൾക്കും ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പോൾ അവർ ജോലി ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ ഔട്ട്ലുക്കിലാണ് ജോലി ചെയ്യുന്നത്. ഔട്ട്ലുക്കിൽ ഞാൻ എഴുതുന്നത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ഞാൻ വളരെ സ്വതന്ത്രമായി കാര്യങ്ങൾ എഴുതുന്നു. അതേസമയം ഫേസ്ബുക്കിൽ എനിക്ക് തോന്നുന്നൊരു അഭിപ്രായം, വളരെ സബ്ജക്റ്റീവായിട്ടുള്ളൊരു അഭിപ്രായം ഞാൻ പറയും. പക്ഷേ ജേർണലിസത്തെ അതിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ജേർണലിസം ഈസ് ബേസ്ഡ് ഓൺ ഫാക്ട്സ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സംസാരിക്കേണ്ടത് ഒരു ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക്. ജേർണലിസ്റ്റുകൾ സത്യത്തിൽ അവരുടെ സോഷ്യൽ മീഡിയയെ പോലും അങ്ങനെ സംസാരിക്കാവൂ എന്നാണ് ഞാൻ പറയുക. നമ്മൾ വളരെ വൈകാരികമായി കാര്യങ്ങളോട് പ്രതികരിക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ എഫക്റ്റീവ് ആവുക നമ്മൾ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് വെച്ച് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പം CA വിരുദ്ധ സമരം നടക്കുമ്പോൾ ഞാൻ CAക്ക് എതിരായിട്ടുള്ള പൊസിഷൻ ഞാൻ എടുത്തിട്ടുള്ളതും ഈ ഫാക്ട്സ് വെച്ചിട്ട് തന്നെയാണ്. ഇത് എന്തുകൊണ്ട് അത് ശരിയല്ല എന്ന് നമ്മൾ സംസാരിക്കുന്നത് ഫാക്ട്സ് വെച്ചിട്ട് തന്നെയാണ്. ഞാനൊക്കെ ഏറ്റവും കൂടുതൽ KK ഷാഹിനയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ റെഫർ ചെയ്തിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനെ ഈ നാട് മുഴുവൻ ചേർന്ന് നിന്ന് കല്ലെറിഞ്ഞ സമയത്ത് KK ഷാഹിന എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തക ശിവശങ്കർ ചെയ്തത് ശരിയാണ്, അല്ലെങ്കിൽ ശിവശങ്കറിന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ശിവശങ്കറിന് എനിക്കൊരു പരിചയമില്ല. ശിവശങ്കറിന് ഞാനിപ്പം അപർണയോ അല്ലെങ്കിൽ മറ്റു ഏതൊരു ജേർണലിസ്റ്റിനും പരിചയമുള്ള പോലത്തെ അത്രയും പുള്ളി പിന്നെ CMൻ്റെ ഓഫീസിലൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത്, അതിന് മുമ്പ് KICBയിൽ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഉണ്ടായിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾക്ക് ഫോൺ ചെയ്തിട്ടുള്ളതല്ലാതെ എനിക്ക് അദ്ദേഹത്തിന് പരിചയമില്ല, വ്യക്തിപരമേ അല്ലാതെ. എന്നെ സംബന്ധിച്ചിടത്തോളം അത് അന്നത്തെ തീയതി വരെയും ഈ കസ്റ്റംസ് ആണെങ്കിലും NIA ആണെങ്കിലും ഒക്കെ തന്നെ അവർ മുൻപോട്ട് വെച്ചിട്ടുള്ള റെക്കോർഡ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ആ വിഷയത്തിൽ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോഴും ഞാൻ പറയുന്നു, അദ്ദേഹത്തിനെതിരെ ഒരു തെളിവുമില്ല. അദ്ദേഹത്തിനെതിരെ യാതൊരു തെളിവും ഇവരുടെ ഒന്നും രേഖകളിലില്ല. അപ്പം ഇത് നമ്മൾ സംസാരിക്കുന്നത് ഈ ഡോക്യുമെൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മുന്നിലുള്ള ഡോക്യുമെൻറ്റ്സ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കിട്ടാത്തതും നമ്മുടെ മുന്നിൽ വരാത്തതുമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കോടതിയിൽ വന്നിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുവരെയും കോടതിയിലൊക്കെ വന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ അതിനകത്തൊന്നും തെളിവൊന്നുമില്ല. നമ്മൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കേണ്ടത്. അപ്പോൾ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ വിഷയങ്ങളെ സമീപിക്കുക എന്നുള്ളതാണ് ജേർണലിസ്റ്റുകളുടെ പണി. അല്ലാതെ ഒരു സമൂഹം മുഴുവൻ വളരെ വൈകാരികമായി ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർന്ന് അതിനേക്കാൾ ഷൗട്ട് ചെയ്തും വൈകാരികമായി സംസാരിക്കുകയല്ല ജേർണലിസ്റ്റുകൾ ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ശിവശങ്കർ ആയാലും ഉമ്മൻചാണ്ടി ആയാലും ഒക്കെ ഒരുപോലെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന സമയത്ത് തെറ്റുകൾ തിരുത്താൻ വേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ഇന്നത്തെ മാധ്യമ പ്രവർത്തനത്തിലേക്ക് എത്തുമ്പോൾ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ തന്നെ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഗോഗോ വിളികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നൊരു കാലത്തേക്ക് എത്തി നിൽക്കുന്ന കേരളത്തിൻ്റെ വിഷ്വൽ മീഡിയ ചരിത്രത്തെ എങ്ങനെയാണ് KK ഷാഹിന വായിക്കുക? അതൊരു എന്താ പറയുക, ഷോ ബിസിനസ്സായിട്ട് മാറി ടെലിവിഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ടേക്കേഴ്സ് ഉണ്ടെന്നാണ്. ആളുകൾ ഇപ്പം ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഈ ഒരു പിന്നെ തർക്കങ്ങളും ഒക്കെ ആളുകൾ ഇതൊരു സീരിയൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു കിക്കോട് കൂടിയാണ് ആളുകൾ ഇത് കാണുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും വാർത്ത സീരിയലിൻ്റെ ഒരു തുടർച്ചയാണെന്ന തരത്തിലുള്ള പഠനങ്ങൾ തന്നെയുണ്ട് ശരിക്കും. അപ്പം ടെലിവിഷൻ വാർത്ത അല്ലെങ്കിൽ ടെലിവിഷൻ ചർച്ചകളൊക്കെ അതൊരു പാക്കേജാണ് മനുഷ്യരുടെ എല്ലാതരം ഇപ്പോൾ സീരിയൽ എന്താ, സങ്കടം, ദേഷ്യം,
പലതരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾ, അസൂയ, അങ്ങനെ പലതരം വികാരങ്ങൾ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു സംഭവമാണല്ലോ ടെലിവിഷൻ സീരിയലുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ. തമാശ കോമഡി പ്രോഗ്രാമുകളുണ്ട്. ഇതുപോലെ ഒരു പാക്കേജാണ് വാർത്ത. അതിൽ ക്രൈം ഉണ്ട്, പിന്നെ ഇതുപോലുള്ള ഡിബേറ്റുകളിൽ പല പല പൊസിഷൻസ് എടുത്തുകൊണ്ട് നിന്നിട്ട് സംസാരിക്കുന്നു. പലപ്പോഴും വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ചയൊന്നുമല്ല, സീരിയസ് ആയിട്ട് വിഷയങ്ങളിൽ ഊന്നിയുള്ള ചർച്ചകളല്ല, അവരുടെ നിലപാടുകൾ, അതിൻ്റെ ഇടയിൽ കൂടെയുള്ള തമാശകൾ, ഇതൊക്കെ ആളുകളെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. എൻ്റർടൈനിങ് ആയിട്ട് ഇത് ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമായി വാർത്ത മാറിയിട്ടുണ്ട്. അതിനൊരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാം എന്ന നിലവാരത്തിലാണ് ഞാനിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ മാധ്യമപ്രവർത്തനം എത്രമേൽ ദുഷ്കരമാണെന്നൊരു ചോദ്യമുണ്ട്. കാരണം ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ പ്രസ് ഫ്രീഡം റാങ്കിങ്ങിലൊക്കെ ഇന്ത്യ ഓരോ വർഷവും ഗംഭീരമായി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു തരത്തിലും ഈ രാജ്യത്ത് മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയില്ല എന്ന നിലയിലേക്കൊക്കെയുള്ളൊരു അവസ്ഥ അത് പേടിപ്പിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും ഒരു പ്രസ് ഫ്രീഡം എന്ന് പറയുന്ന സംവിധാനം അത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെന്നൊരു തോന്നൽ കേട്ടോ. പേടിപ്പിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യ നാളെ ഒരു ഫാഷിസ്റ്റ് ഔദ്യോഗികമായി തന്നെ ഫോർമലായി തന്നെ ഒരു ഓട്ടോക്രസിയിലേക്ക് പോവുകയും ഒരു ഫാഷിസ്റ്റ് രാജ്യമായി മാറുകയും ചെയ്താൽ അതോടൊപ്പം എല്ലാം ഇല്ലാതാവും. പക്ഷേ ഞാൻ ഇപ്പോഴും കരുതുന്നില്ല. അത് കരുതാത്തതിൻ്റെ ഒരു കാരണം മാർക്കറ്റ് അങ്ങനെ നിലനിൽക്കില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത് സത്യത്തിൽ എത്തിക്സ് ഒന്നുമല്ല, മാർക്കറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരു ഫങ്ഷണൽ ഡെമോക്രസിയിൽ മാത്രമേ ഫങ്ഷണൽ ആയിട്ടുള്ളൊരു മാർക്കറ്റിന് നിലനിൽപ്പുള്ളൂ. അപ്പോൾ മാർക്കറ്റിന് മുന്നോട്ട് പോകണമെങ്കിൽ, മാർക്കറ്റ് വളരണമെങ്കിലൊക്കെ തന്നെ ഒരു ഫങ്ഷണൽ ഡെമോക്രസി ആവശ്യമാണ്. ഫങ്ഷണൽ ഡെമോക്രസിയുടെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും ഫങ്ഷണൽ ആയിട്ടുള്ളൊരു മീഡിയ വളരെ ആവശ്യമാണ്. അല്ലാതെ മാധ്യമങ്ങൾ പാടെ ഇല്ലാതായിട്ട് ജനാധിപത്യത്തിന് യാതൊരു നിലനിൽപ്പില്ല. ജനാധിപത്യം ഇല്ല മാധ്യമങ്ങളില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുണ്ടാകും, മാധ്യമപ്രവർത്തനം ഉണ്ടാകും, നല്ല രീതിയിലുള്ള മാധ്യമപ്രവർത്തനവും ഉണ്ടാകും, അതിനിയും ഉണ്ടാകും. ഈ അപർണ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ വെല്ലുവിളികളുണ്ട്, മുമ്പത്തെ അപേക്ഷിച്ച് ധാരാളം ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മുടെ മേലുള്ള സർവൈലൻസ് വല്ലാതെ കൂടിയിട്ടുണ്ട്. ടെക്നോളജി വളർന്നതുകൊണ്ട് തന്നെ അതിന് ഗുണവും ദോഷവും ഉണ്ട്. ടെക്നോളജിയുടെ വളർച്ച മൂലം സർവൈലൻസ് കുറെ കൂടി എളുപ്പമാണ്. നമ്മുടെയൊക്കെ മേലെയുള്ള നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ വരെ നമ്മളെ ഒറ്റുന്ന ഒരു ഉപകരണമാണ്. ഇതൊക്കെ ഉള്ളപ്പോഴും ഇതേ ടെക്നോളജി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ അപർണ തന്നെ ഒന്ന് ആലോചിച്ചു നോക്കുക. അപർണ ഒരു വലിയ സ്ഥാപനം വിട്ടിട്ട് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് അപർണയുടേതായിട്ടുള്ളൊരു മാധ്യമം ഉണ്ടാക്കി കൊണ്ടുവരാൻ പറ്റിയല്ലോ. ഇത് ടെക്നോളജിയുടെ കൂടെ ഒരു വളർച്ചയുടെ ഭാഗമാണ്. മാത്രമല്ല, ഇപ്പോൾ ഓരോ വ്യക്തിക്കും മാധ്യമപ്രവർത്തനം നടത്താൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനിങ്ങനെ കേട്ടിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ലെഗസി മീഡിയയിലൊക്കെ ഈ ട്രെയിനി ആയിട്ടൊക്കെ വരുന്ന കുട്ടികൾ, ട്രെയിനിയായി ഫ്രഷേഴ്സായിട്ട് വരുന്നവർ, അവർക്ക് അങ്ങോട്ട് വിലപേശാനുള്ള, അതായത് ഇപ്പം ഞാനൊരു ഇൻസ്റ്റാ സെലിബ്രിറ്റിയാണ്, എനിക്ക് ഇൻസ്റ്റയിൽ ഇത്ര ഫോളോവേഴ്സ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഇത്ര ശമ്പളം വേണം എന്ന് അങ്ങോട്ട് പറഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് വളരെ യങ് ആയിട്ടുള്ള പലർക്കും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. ഇതിനെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഇതിനെ നമ്മൾ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള, കൃത്യമായിട്ട് ജേർണലിസത്തിൻ്റെ ഒരു മെത്തഡോളജിയൊക്കെ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ ഇങ്ങനെ, ഇപ്പോൾ അപർണയ്ക്ക് വേണമെങ്കിൽ ഒറ്റയ്ക്കൊരു വ്യക്തിയായിട്ട് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഇട്ടിട്ട് തുടങ്ങാം. അപ്പം രവീഷ് NDTV ഇട്ടതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് NDTVയുടെ അത്ര തന്നെ, NDTVയേക്കാൾ വലിയ വ്യൂവർഷിപ്പിലേക്ക് രവീഷ് എത്തി. അതുകൊണ്ട് മാധ്യമപ്രവർത്തനത്തിന് വലിയ സ്കോപ്പ് തന്നെയാണുള്ളത്. പക്ഷേ ലെഗസി മീഡിയയുടെ കൂടെ തന്നെ ആവണം നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തേണ്ടത് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലാണ് പ്രശ്നം. അതെ, പക്ഷേ ഈ പറഞ്ഞതുപോലെ ഈ ലെഗസി മീഡിയയുടെ ഒരു വ്യൂവർഷിപ്പ് വളരെ വലുതാണ്. നമ്മൾ കാണുന്നുണ്ടല്ലോ നാഷണൽ മീഡിയയിലൊക്കെ, ഇപ്പം മിറർ നൗല് ശ്രേയ, ഈ പറഞ്ഞതുപോലെ ടൈംസ് റിപ്പബ്ലിക്കിൽ അർണബ്, രാഹുൽ ശിവശങ്കർ, ഇവരൊക്കെ സംസാരിക്കുന്ന ഒരു രീതി ആർക്ക് വേണ്ടിയാണെന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ പാരലലായിട്ടുള്ള ഒരു മീഡിയ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ തന്നെ അവർ, ഇപ്പോൾ നമ്മൾ കണ്ടു ന്യൂസ് ക്ലിക്കിൽ മാധ്യമപ്രവർത്തകർ നേരിട്ട വിഷയങ്ങൾ, അപ്പോൾ അങ്ങനെ ഉള്ള കുറേയധികം പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും അതായത് ഭരണകൂടത്തിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ വേട്ടയാടപ്പെടും എന്നുള്ള കൃത്യമായ മെസ്സേജ് ഇതിനോടൊപ്പം തന്നെ പലപ്പോഴും നൽകിയിട്ടുണ്ട് ഈ ഭരണകൂടം. അപ്പോൾ അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം എത്രത്തോളം ശക്തമാണ് എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുന്നു. ഈ ലെഗസി മീഡിയ എന്ന് പറയുന്ന സംവിധാനം മുഴുവൻ ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നു. ഈ സമയത്ത് എന്നെയൊക്കെ പോലുള്ള ജേർണലിസ്റ്റുകൾ, എസ്പെഷ്യലി KK ഷാഹിനെയൊക്കെ അപേക്ഷിച്ച് നോക്കിയാൽ വളരെ ജൂനിയറായ എന്നെയൊക്കെ പോലുള്ള ജേർണലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താണ്
ഫ്യൂച്ചർ മാധ്യമം അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനം എന്നൊരു ഒരു ആശങ്കയുണ്ട്. അല്ല, ആശങ്ക ഉറപ്പായിട്ടുണ്ട്. ആശങ്ക നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ആശങ്കയുണ്ട്. ആശങ്കയ്ക്ക് അടിസ്ഥാനവുമുണ്ട്. പക്ഷേ അത് മാത്രമാണ് നമ്മുടെ മുമ്പിൽ ഇനി വഴികളേ ഇല്ല എന്ന് നമ്മൾ കരുതരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം മുമ്പത്തെക്കാളൊക്കെ ദുഷ്കരമായിട്ടുണ്ട് മാധ്യമപ്രവർത്തനം എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല. ഇപ്പം നമ്മുടെ കൺമുന്നിൽ നിന്നും ആളുകൾ ജയിലിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട്. അവരുടെ പറഞ്ഞ പോലെ പ്രതിപക്ഷം എത്രത്തോളം ശക്തമാണെന്നുള്ളൊരു ചോദ്യം മറുവശത്തുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും ഇതൊരു ഫേസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു 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 രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമായും സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഒരു കൊളാട്രൽ ഡാമേജ് ആയിട്ട്, അതായത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഡാമേജിൻ്റെ ഒരു കൊളാട്രൽ ഡാമേജ് ആണ് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്നാണ് ഞാനതിനെ കാണുന്നത്. ഇപ്പോൾ നോക്കൂ, ഏറ്റവും പുതുതായി വന്നത് ബാബറി മസ്ജിദ് വിഷയമാണ്. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാനായി കോൺഗ്രസ് പോകും എന്ന് പറയുന്ന ദിഗ്വിജയ് സിംഗും കെ സി വേണുഗോപാലുമാണ്. വി ആർ വെരി മച്ച് താങ്ക്ഫുൾ ടു ദം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്ന് പറയുന്ന കെ സി വേണുഗോപാലാണ്. കേരളത്തിൽ നിന്നുള്ള വ്യക്തിയും കൂടിയാണ് കെ സി വേണുഗോപാൽ. കെ സി വേണുഗോപാൽ പറയുകയാണ്, ഞങ്ങളിങ്ങനെ വളരെ സന്തോഷമാണ്, ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ വളരെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഇൻവിറ്റേഷൻ സ്വീകരിക്കുന്നു. സോണിയാഗാന്ധിക്ക് എത്താൻ പറ്റിയില്ല വെച്ചാൽ ഞങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു പകരം ഒരു പ്രതിനിധി സംഘത്തെ അയക്കും. ഇപ്പോൾ ഈ എന്താ പറയുക, ശിലാസ്ഥാപന ചടങ്ങിൽ വിളിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് ദിഗ്വിജയ് സിംഗ് ആണ്. ഇങ്ങനൊരു, അതായത് തീവ്ര ഹിന്ദുത്വത്തെ നേരിടാൻ ഒരു മൃദു ഹിന്ദുത്വമാണ് നല്ലത് എന്ന് തോന്നുന്ന പ്രതിപക്ഷത്തിൽ പ്രതീക്ഷ വച്ച് പുലർത്തി ഈ നാട്ടിലെ മാധ്യമപ്രവർത്തകർ മുന്നോട്ട് പോകണോ? ഇത് സത്യം പറഞ്ഞാൽ നിർഭാഗ്യകരമാണ്. കോൺഗ്രസ് ചരിത്രത്തിൽ നിന്നൊരു പാഠവും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. മൃദുഹിന്ദുത്വം കോൺഗ്രസിനെ സഹായിച്ചിട്ടില്ല എന്നുള്ളത് കോൺഗ്രസ് പഠിക്കുന്നില്ല, ആ പാഠം പഠിക്കുന്നില്ല. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ കോൺഗ്രസിനെ മുന്നിൽ കണ്ടിട്ടോ മുന്നോട്ട് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് മാധ്യമപ്രവർത്തകരുടെ മുമ്പിലുള്ള ഓപ്ഷൻ? നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷനേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പണി നിർത്തുക എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷ വർഗീയതയുടെ കൂടെ, അല്ലെങ്കിൽ ഈ ഒരു ഫാസിസ്റ്റ് സ്റ്റേറ്റിൻ്റെ കൂടെ അവരുടെ ആളായിട്ട് നിൽക്കുക. ഈ 2 ഓപ്ഷനേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പിന്നെ അതിലേതെങ്കിലും ഒരു ഓപ്ഷൻ എടുക്കേണ്ടി വരും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനെ അല്ലാത്ത ഓപ്ഷൻ ആണ് യഥാർത്ഥ മാധ്യമപ്രവർത്തനം നടത്തുന്നവർക്ക്, നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിൽ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, മാധ്യമപ്രവർത്തനം നടത്തുക എന്നുള്ളൊരു ഓപ്ഷനേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു ഫേസാണ്, ഇത് താൽക്കാലികമായിട്ടുള്ളൊരു ഫേസാണ്. ഇത് ഇപ്പം ഇന്ത്യയിലെ മുഴുവൻ മാധ്യമങ്ങളും ഇല്ലാതാവുകയും സ്റ്റേറ്റിന് ഓശാന പാടുന്ന മാധ്യമങ്ങൾ മാത്രമായി പോവുകയും ചെയ്യുന്ന ഒരു കാലം വരുമെന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിന് അങ്ങനെ നിലനിൽക്കാൻ പറ്റില്ല. പക്ഷെ നോക്കൂ, ഈ ഓരോ ദിവസവും നമ്മളെ നിരാശപ്പെടുത്തുകയല്ലേ പ്രതിപക്ഷം, പ്രത്യേകിച്ചും കോൺഗ്രസ്. കാരണം എനിക്ക് ഇപ്പോൾ ഈ രാമക്ഷേത്ര വിഷയത്തിലൊക്കെ നെഹ്റുവിനെ മറന്നുകൊണ്ടല്ലേ കോൺഗ്രസ് ഇപ്പോൾ ഈ നിലപാടെടുത്തത്. കാരണം നെഹ്റു അന്ന് 1949 രാമസീതാ വിഗ്രഹങ്ങൾ കിട്ടുന്ന സമയത്ത് അന്ന് പറഞ്ഞത് അത് സരയൂ നദിയിലേക്ക് വലിച്ചെറിയൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ പിന്നീട് രാജീവ് ഗാന്ധിയും പി വി നരസിംഹറാവുവും തുടങ്ങി ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയിൽ വരെ എത്തി നിൽക്കുന്ന കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു. ദിഗ്വിജയ് സിംഗ് വെള്ളി ഇഷ്ടികയാണ് രാമക്ഷേത്ര നിർമ്മാണത്തിനായി കൊടുത്തത്. എന്നിട്ട് പരാതി പറയുകയാണ്, എന്നെ വിളിച്ചില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഇതൊരു സെക്യുലർ പാർട്ടിയാണ്, കോൺഗ്രസ് ഒരു സെക്യുലർ പാർട്ടിയാണ് എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ നിരാശപ്പെടുത്തുകയല്ലേ കോൺഗ്രസ്? ഉറപ്പായിട്ടും അത് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് അവരുടെ ചരിത്രത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ നമ്മൾ അടിസ്ഥാനപരമായി പക്ഷെ നമ്മുടെ മുന്നിലുള്ള ചോദ്യം, നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പാർലമെൻ്ററി രാഷ്ട്രീയം എന്ന് പറയുന്നത് പരിമിതമായ തെരഞ്ഞെടുപ്പുകളെ നമ്മുടെ മുന്നിലുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ തിരഞ്ഞെടുക്കണം. വോട്ട് ചെയ്യണ്ട എന്ന് തീരുമാനിക്കാനുള്ള ലക്ഷറി നമുക്കില്ല. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വരും. അപ്പോൾ ആ രൂപത്തിൽ രാഷ്ട്രീയത്തെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുമുണ്ട് എന്നുള്ളതുണ്ട്. പക്ഷെ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഈ മാധ്യമങ്ങളും പ്രതിപക്ഷ പാർട്ടികളും ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും ഒക്കെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ തമ്മിലുള്ള ഈ ഒരു നിരന്തരമായ എൻഗേജ്മെൻറ്റ് നടക്കേണ്ടതുണ്ട്. അതുതന്നെയാണ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നാളെയെക്കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടുന്ന ഒരാളല്ല. ഒരു പക്ഷേ അത് ഞാനിങ്ങനെ ഒരു വലിയ കേസൊക്കെ നേരിട്ട് എൻ്റെ ട്രയലിൽ നിൽക്കണോണ്ടായിരിക്കും. ഇതിൽ കൂടുതലും എന്താ ആശങ്കപ്പെടാനാണ് എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും. എനിക്കങ്ങനെ വലിയ ആശങ്കയൊന്നുമില്ല. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഫേസാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് ആ കാര്യം ചോദിക്കാനുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗൂഢാലോചന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്.
ഇതിന് തൊട്ട് മുൻപ് ഒരു മാർക്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തു. ആ കേസും കോടതിയിൽ. ഈ രണ്ട് കേസുകൾ നിലവിൽ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ദേശീയ തലത്തിലുള്ള ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ മാധ്യമ പ്രവർത്തകരോടുള്ള കടന്നുകയറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഫേസ് ചെയ്യുന്നില്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആ മാധ്യമ പ്രവർത്തക അവർ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് ശരിയാണ് എന്ന് കെ ഷാഹിന എന്ന മാധ്യമ പ്രവർത്തക കരുതുന്നുണ്ടോ? ഒരിക്കലുമല്ല. എനിക്ക് തോന്നുന്നത് നമ്മൾ LDF ആണോ ഭരിക്കുന്നത്, DMK ആണോ ഭരിക്കുന്നത്, കോൺഗ്രസ് ആണോ ഭരിക്കുന്നത്, BJP ആണോ ഭരിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പല കാര്യങ്ങളെയും കാണും. ഇത് സ്റ്റേറ്റാണ്, അടിസ്ഥാനപരമായി സ്റ്റേറ്റാണ്. ഭരണകൂടത്തിനൊരു സ്വഭാവമുണ്ട്. ഭരണകൂടത്തോട് എപ്പോഴും വിമർശനാത്മകമായ ഒരു അകലം പാലിച്ച് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. അത് CPM ഭരിക്കുമ്പോഴായിക്കോട്ടെ, കോൺഗ്രസ് ഭരിക്കുമ്പോഴായിക്കോട്ടെ, DMK ഭരിക്കുമ്പോൾ, ആര് ഭരിച്ചാലും, BJP ഭരിച്ചാലും, ആര് ഭരിച്ചാലും നമ്മൾ അങ്ങനെയാണ് കാര്യങ്ങൾ കാണേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇത്തരം കേസുകൾ വരുമ്പോഴാണ് നമ്മൾക്ക് തലക്കടി കിട്ടിയ പോലെ ഈ വെളിപാടുണ്ടാകുന്നത്. ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു മൊഡാലിറ്റി എന്താണെന്ന്, മാധ്യമപ്രവർത്തനത്തിൻ്റെ ഒരു മെത്തഡോളജി എന്താണെന്ന് സോഷ്യൽ മീഡിയ തീരുമാനിക്കുന്ന സാഹചര്യമാണ്. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഈ അഭിപ്രായം പറയുന്ന പലർക്കും ഇപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ഇപ്പോൾ എന്തിനാണ് ഇത്രയും ഫോൺ ചെയ്തത്, ഈ നമുക്കറിയാം, ഇപ്പോൾ നിരോധിക്കപ്പെട്ട സംഘടനകളുടെ ആളുകളുമായി പോലും മാധ്യമപ്രവർത്തകർ സംസാരിക്കും. അവരുടെ ഫോൺ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ അതിൽ മാധ്യമപ്രവർത്തകരുടെ കോൾസ് ഉണ്ടാവും. 1, 2, 3, 4, 5, 6 കോൾസ്, അതിൽ കൂടുതൽ കോൾസ് ഉണ്ടാവും. ഇത് നമുക്കൊക്കെ അറിയാം. നമ്മുടെയൊക്കെ നമ്പറുകൾ ഇന്ത്യയിൽ, ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങ് കാശ്മീർ മുതൽ ഇന്ന് കന്യാകുമാരി വരെയുള്ള പലതരം സമരക്കാരുടെയും ഫോണുകളിൽ അവരുടെ കോളുകളിലൊക്കെ കോൾ ഉണ്ടാവും. ഇത് എല്ലാ മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിലും ഇത് ബാധകമാണ്. ഇതിനെ വ്യത്യസ്തമായി കണ്ടിരുന്നു ഒരു കാലം വരെ ഇന്ത്യ. അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം ഏതെങ്കിലും ഒരു സംഭവം, എവിടെയെങ്കിലും ഒരു വയലൻസ് ഉണ്ടായി. ആ വയലൻസിൻ്റെ പേരിൽ കുറച്ച് പേർക്കെതിരെ കേസെടുത്തു. അവരുടെ ഫോൺ ലിസ്റ്റ് പരിശോധിച്ചിട്ട് അവരുടെ ഫോണിലേക്ക് വിളിച്ച മാധ്യമപ്രവർത്തകരുടെ പേരിൽ കേസെടുക്കുന്ന ഒരു സമ്പ്രദായം ഈ അടുത്ത കാലം വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. കാരണം മാധ്യമങ്ങൾ അങ്ങനെ വിളിക്കുമെന്നും അത് മാധ്യമങ്ങളുടെ ജോലിയാണ് എന്നും അംഗീകരിച്ചു പോന്നിരുന്നൊരു കീഴ്വഴക്കം നമുക്കുണ്ടായിരുന്നു. ആ കീഴ്വഴക്കം തെറ്റിയിട്ട് കുറേ കാലമായി. അതിപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ, ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കാലമായിട്ട് ഇപ്പോൾ UP ഒക്കെ ശരിക്കും FIR രാജാണ് എന്ന് പറയേണ്ടി വരും. തലങ്ങും വിലങ്ങും മാധ്യമപ്രവർത്തകർക്കെതിരെ FIR ആണ്. അപ്പോൾ കുറേ കാലമായിട്ട് ദേശീയ സാഹചര്യം മാറുന്നതിൽ വളരെ മോശമാണ്. കേരളമാണ് അതിൽ നിന്നും വ്യത്യസ്തമായി നിലനിന്നിരുന്നൊരു സ്ഥലം എന്ന് പറയുമ്പോഴും കേരളത്തിലും മാധ്യമപ്രവർത്തകർക്കെതിരെ മുമ്പൊന്നും കേസെടുക്കാറില്ല എന്നൊരർത്ഥമില്ല കേട്ടോ. നേരത്തെയും കേസെടുക്കാറുണ്ട്. അതിൽ ഇടതുപക്ഷം UDF എന്നുള്ള വ്യത്യാസമില്ല, എല്ലാവരും കേസെടുക്കാറുണ്ട്. ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ അതിനെ വിമർശിക്കുന്ന UDFൻ്റെ കാലത്ത് കേസെടുത്തിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്തൊക്കെ. അടിയന്തരാവസ്ഥ പിന്നെ നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. നമ്മുടെ റീസെന്റ് മെമ്മറിയിലുള്ള കാലത്ത് പോലും അത്തരം കേസുകളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു പ്രശ്നം, സോഷ്യൽ മീഡിയ വലിയ തോതിൽ ഇങ്ങനെ മാധ്യമപ്രവർത്തനം എങ്ങനെ നടത്തണം എന്ന് ഞങ്ങൾ പഠിപ്പിക്കും എന്ന ഒരു സിസ്റ്റം ഉണ്ടാവുന്നു. അങ്ങനെ ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുന്നു. സ്റ്റേറ്റിനെ അത് വലിയ തോതിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്റ്റേറ്റ് എപ്പോഴും ജനാധിപത്യ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ഒരവസരമുണ്ടെങ്കിൽ സ്റ്റേറ്റ് അത് വിനിയോഗിക്കും. അത് ആര് ഭരിച്ചാലും അതങ്ങനെ തന്നെയാണ്, അത് വിനിയോഗിക്കും. അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന, അതിന് വളമൊരുക്കുന്ന, അതിന് കളമൊരുക്കുന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിലെ ഇടപെടലുകൾ പ്രബലമാവുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് കാണുന്ന വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. ഈ പെൺകുട്ടിയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് എൻ്റെ അഭിപ്രായം. സമരക്കാരെ വിളിച്ചു, അവർ തിരിച്ചു വിളിച്ചു, അത് ഒരുപാട് കോൾസ് ഉണ്ട് എന്നതുകൊണ്ട്. അപ്പോൾ ഞാനതിനെ കാണുന്നത് ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിൽ നിൽക്കുന്ന, ഇന്നത്തെ ഈ കാലത്തെ 24/7 ടെലിവിഷൻ റിപ്പോർട്ടിങ്ങിൽ നിൽക്കുന്ന ഒരു റിപ്പോർട്ടർ 10 കോൾ വിളിച്ചു, 20 കോൾ വിളിച്ചു എന്നുള്ളതിനെ അസാധാരണമായി കാണേണ്ടതില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരതിന് പിന്നീട് പറഞ്ഞുകൊണ്ടിരുന്ന എക്സ്പ്ലനേഷൻ, പിന്നെ എന്തിനാണ് ആ പെൺകുട്ടി ഒളിവിൽ പോയത്, ആ കുട്ടി കൈ കാണിച്ച് അവരെ പറഞ്ഞു വിട്ടു, ഈ തരത്തിലൊക്കെ ഉള്ളതാണ്. നമ്മളിപ്പോൾ അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു മാധ്യമ പ്രവർത്തകയാണ്, ഇപ്പോൾ ഞാനാണെങ്കിലും ഒരു സമരം നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വിളിച്ചിട്ട് എങ്ങനെയാണ് സമരത്തിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്
നോർമലി മാധ്യമപ്രവർത്തകർ ചോദിക്കുക ആണെന്നുള്ളതല്ല, KK ഷാഹിനെ ആണെങ്കിൽ അല്ലെങ്കിൽ XOY ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ അവർ പിന്നീട് വരുന്ന കൗണ്ടർ ക്വസ്റ്റ്യൻസ്, പിന്നെ എന്താണ് അവർ കൈ കാണിച്ചത്, പിന്നെ എന്തിനാണ് അവർ ഒളിവിൽ പോയത്, ഇതൊക്കെയാണ് അടുത്ത ചോദ്യം. ഒളിവിൽ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകുമെന്ന് വിചാരിച്ച ആളുകൾ ഒളിവിൽ പോവും, അത് വളരെ സ്വാഭാവികമാണ്. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന കൈ കാണിച്ചു എന്നൊക്കെ ഉള്ളത്, ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഈ ഒരു മാധ്യമങ്ങൾക്ക് കൂടി അതിലൊരു പങ്കുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ജീവിതം മുഴുവനും ഒരു 24/7 ലൈവായി മാറ്റിയത് മാധ്യമങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ ഓരോ ചെറിയ വിഷ്വലിനും അതിനില്ലാത്തൊരർത്ഥം കൽപ്പിക്കപ്പെടും. ഇപ്പോൾ നമ്മളൊക്കെ ഫീൽഡിൽ പോകുന്ന റിപ്പോർട്ടർമാർ കൂടിയാണല്ലോ. നമ്മളിപ്പോൾ സ്ഥലത്ത് പോകുന്നു, നമ്മളൊരാളെ കാണുന്നു, ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നു, അയാളോട് സംസാരിക്കുന്നു, ചിരിക്കുന്നു, ഇതിൻ്റെ മാത്രം ദൃശ്യങ്ങൾ എടുത്ത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ പ്ലേസ് ചെയ്തിട്ട് കാണിച്ചാൽ നമ്മളെന്തോ അയാളോട് വളരെ അയാളുടെ കൂടെ ഗൂഢാലോചന നടത്തുന്നു, അല്ലെങ്കിൽ അയാളുടെ ഒരാളായിട്ട് നമ്മളെ വേണമെങ്കിൽ മറ്റുള്ളവർക്ക് വ്യാഖ്യാനിക്കാം. ഇത് നമ്മളുടെ ഒരു 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 മൊമെൻറ്റ് മാത്രമായിരിക്കും, നമ്മുടെ വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും. നമ്മൾ ആരെ കാണുമ്പോഴും സംസാരിക്കും. PS ശ്രീധരൻപിള്ളയുടെ വിഷയവും അങ്ങനെ വലിയ രീതിയിലൊരു സൈബർ അറ്റാക്ക് ഒക്കെ ഉണ്ടായിരുന്നില്ല? ശ്രീധരൻപിള്ളയുടെ കൂടെ ഒരു ഫോട്ടോ. അതിനകത്ത് തമാശ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഏഷ്യാനെറ്റിലായിരിക്കുന്ന സമയത്ത് എൻ്റെ ബീറ്റ് BJP ആയിരുന്നു. അപ്പോൾ ഞാൻ ശ്രീധരൻപിള്ളയാണെങ്കിലും സുരേന്ദ്രനെ ആണെങ്കിലും ഒക്കെ NT രമേശൊക്കെ അന്ന് AVPയുടെ നേതാവായിട്ടുള്ളൂ. അവരൊക്കെയായിട്ട് എനിക്ക് വളരെ എന്താ പറയുക, നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന ബന്ധമുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബീറ്റാണല്ലോ, നമ്മളൊരു ബീറ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സംസാരിക്കും. അപ്പോൾ നമ്മളിപ്പം എവിടെ വെച്ച് കണ്ടാലും സംസാരിക്കും. അതിപ്പോഴും അങ്ങനെയാണ്. ഇപ്പോഴും അവരെന്നെ കണ്ടാലും ഞാൻ അവരെ കണ്ടാലും സംസാരിക്കും. അത് വളരെ സ്വാഭാവികമാണ്. സംസാരിക്കും, ഫോട്ടോ എടുക്കും. സത്യത്തിൽ അന്ന് ആ ശ്രീധരൻപിള്ളയുടെ കൂടെയുള്ള ഫോട്ടോ ഫേസ്ബുക്കിൽ ഇടുമ്പോൾ ഞാനിങ്ങനെ ഇത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. അത് പ്രതീക്ഷിക്കാത്തത് എൻ്റെ കുഴപ്പമാണ്. കാരണം സോഷ്യൽ മീഡിയയ്ക്ക് ഇത് മനസ്സിലാവില്ല എന്നുള്ള ആ ലെസൺ ഞാൻ അന്നാണ് പഠിച്ചത്. സോഷ്യൽ മീഡിയയ്ക്ക് ഇത് എന്തോ വളരെ വിചിത്രമായിട്ടൊരു കാര്യമായി വ്യാഖ്യാനിക്കപ്പെടുമെന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 10-25 വർഷമായി ചെയ്തു പോരുന്ന മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നിന്നുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു മൊമെൻ്റാണത്. ഒത്തിരി പേരെ ഞാനൊരിക്കൽ KPCC പ്രസിഡന്റ് സുധാകരനെ ഫ്ലൈറ്റിൽ വെച്ച് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ യാത്രയുടെ ഇടയിലൊക്കെ ഇവരെല്ലാം കാണുമല്ലോ. അപ്പോൾ നമ്മൾ സംസാരിക്കും, ചിലപ്പോൾ ഫോട്ടോ എടുക്കും, ചിലപ്പോൾ ഫോട്ടോ എടുക്കില്ല. ഇതൊക്കെ നമ്മുടെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മുടെ നമ്മുടെ ജോലി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായി, വ്യക്തി ജീവിതത്തിൽ നിന്നും ഇങ്ങനെ വളരെ കൃത്യമായിട്ട് മുറിച്ചു മാറ്റാവുന്ന ഒരു കമ്പാർട്ട്മെൻ്റ് അല്ലല്ലോ നമ്മുടെ ജോലിയും ജീവിതവും ഒക്കെ ഇങ്ങനെ ചേർന്നാണ് കിടക്കുന്നത്. ഇതിനൊരു തുടർച്ചയുണ്ട്. ഇപ്പോൾ ഞാൻ ശ്രീധരൻപിള്ളയെ കാണുന്നതിനും സംസാരിക്കുന്നതിനും ഒരു 20 വർഷത്തെ കണ്ടിന്യൂറ്റി ഉണ്ട്. ഇത് ആളുകൾക്ക് അറിയില്ല. അതാണ് അതിൻ്റെ പ്രശ്നം. അത് ഞാനാണ് മനസ്സിലാക്കേണ്ടിയിരുന്നത്.